أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഗാശിയയുടെ 8, 9, 10, 11 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുജൂഹുൻ യൗമഇദിൻ നാഇമ. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നത്തെ ദിവസം, നാഇമ, പ്രസന്നങ്ങളായിരിക്കും. ലിസഈഹ റാളിയ. ലിസഈഹ, അവരുടെ പ്രവർത്തനങ്ങളിൽ, റാളിയ, തൃപ്തിപ്പെട്ടവരായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ, സ്വർഗത്തിലായിരിക്കും അവർ. ആലിയ, ഉയർന്ന തരത്തിലുള്ള, ഉന്നതമായ. ലാ തസ്മഉ ഫീഹാ ലാഗിയ. ലാ തസ്മഉ ഫീഹ, അവിടെ വെച്ചവർ കേൾക്കുകയില്ല. ലാഗയ, വല്ല അനാവശ്യ വർത്തമാനങ്ങളും. നേരത്തെ സത്യനിഷേധികളായ ആളുകൾക്ക് അവർ ഭയവിഹ്വലരായിരിക്കും. പടിയെടുത്ത് ക്ഷീണിച്ച പോലെയായിരിക്കും. കുടിക്കാൻ തിളപ്പിച്ച വെള്ളമായിരിക്കും കൊടുക്കുക. അതേപോലെ തന്നെ ഭക്ഷണമാണെങ്കിൽ കള്ളിമുൾച്ചെടിയുടെ കൂർത്ത മുള്ളുകളുള്ള ഭക്ഷണമായിരിക്കും കിട്ടുക. അതാകട്ടെ തനി കയ്പായിരിക്കും. അതൊരു നിരക്കും അവരെ തടിക്കോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം എന്ന രൂപത്തിലുള്ള പോഷണത്തിനോ ഒന്നും ഉപകാരപ്പെടില്ല. അത്രയും മോശമായ തരത്തിലായിരിക്കും അവരോട് അള്ളാഹു പെരുമാറുക. എന്നാൽ മറ്റ് ചില മുഖങ്ങൾ, വുജൂഹുൻ യൗമഇദിൻ നാഇമ, ചില മുഖങ്ങൾ അന്ന് പ്രസന്നങ്ങളായിരിക്കും. നല്ല തിളങ്ങുന്ന മുഖങ്ങളായിരിക്കും. മുഖങ്ങൾ തിളങ്ങണമെങ്കിലോ അതിനൊരു കാരണം വേണം. വളരെ സന്തോഷം. അവരുടെ മുഖത്ത് നിന്ന് തന്നെ അടുത്ത് വായിച്ചെടുക്കാൻ പറ്റും. നല്ല സന്തോഷമുള്ള ആളുകളാണ്. സൗഭാഗ്യത്തിൻ്റെയും അതേപോലെ തന്നെ സൗകര്യത്തിൻ്റെയും ഒക്കെ അവരനുഭവിക്കുന്ന ആ അങ്ങേയറ്റത്തെ സംതൃപ്തിയുടെ ലക്ഷണങ്ങൾ അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ലിസഈഹ റാളിയ, അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ സംതൃപ്തരായിരിക്കും. ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചത് മോശമായിട്ടൊന്നുമില്ല, ചെയ്തതിനൊക്കെ ശരിക്കും അവിടെ കാണാനുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ നേടിയിട്ടുള്ള സംഗതി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശ്രമങ്ങളും പ്രവൃത്തികളും ഒക്കെ ഫലവത്തായതിനുള്ള മാനസികമായൊരു സംതൃപ്തിയാണ് അവർക്ക് ഉണ്ടാവുക. ഏതൊരു പ്രശ്നത്തിനും പ്രയത്നത്തിനും അതിനൊരു സൽഫലം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംതൃപ്തി, അതാണ് അവിടെ കാണുക. ലിസഈഹ റാളിയ, ഞങ്ങൾ ചെയ്തതൊന്നും പാഴിലായിട്ടില്ല എന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാവും. ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന സ്വർഗങ്ങളിലായിരിക്കും. നരകത്തിന് തട്ടുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വർഗത്തിനും തട്ടുകളുണ്ട്. ഓരോരുത്തർക്കും പ്രയത്നത്തിനനുസരിച്ച് വലിയ വലിയ സ്വർഗങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തട്ടും തമ്മിൽ ആകാശഭൂമികളുടെ അകലമുണ്ട് എന്ന് അത്താഹ് എന്ന് പറയുന്ന റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകാശഭൂമികളുടെ അകലമുള്ള ആ അത്രയും അകലമുള്ള തട്ടുകൾ അത് സ്വർഗത്തിലുണ്ട്. പക്ഷേ താഴ്ന്ന തട്ടിലുള്ള ആൾ, ഉയർന്ന തട്ടിലുള്ള ആളുകളുടെ സ്വഭാവം അവർക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ളതിനെ പറ്റി കാണൂല എന്നുള്ളൂ. നേരെ മറിച്ച് അവരെക്കാൾ താഴെയുള്ളവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ അവരെക്കാളൊക്കെ എത്രയോ മേലെയാണ് എന്ന രൂപത്തിൽ ഓരോരുത്തർക്കും സംതൃപ്തമായ അവസ്ഥയാണ്. സ്വർഗത്തിലെത്തിയ ഒരാൾക്കും മോശമായിപ്പോയി എന്നൊരു തോന്നലുണ്ടാവില്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ നിന്ന് ഏറ്റവും അധികം പ്രയത്നം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മാത്രമുള്ളത് അവർക്ക് കിട്ടുകയും ചെയ്യും.
മറ്റൊന്ന് ലാ തസ്മഉ ഫീഹ ലാഗിയൻ, അവിടെ അനാവശ്യമായ ഒരു വർത്തനവും കേൾക്കില്ല. അവിടെ ഉള്ളത് അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ച് നേടിയെടുത്തതാണ് സ്വർഗം. അതുകൊണ്ട് അവിടെ അനാവശ്യങ്ങൾക്ക് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അതുപോലെ ദുനിയാവിലെ പോലെ തന്നെ അവരുടെ കർമ്മമണ്ഡലങ്ങളിലും യാതൊന്നും ഉണ്ടാവില്ല. കള്ള് കുടിക്കുമെന്നല്ലാതെ ആ കള്ള് കുടിച്ചാൽ ഇവിടുത്തെ പോലെയുള്ള ലഹരി ബാധിച്ചുകൊണ്ട് നട്ടം തിരിയുന്ന തോന്നിയാസങ്ങൾ പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല. കാരണം അവർ ഇത്രയും പ്രയത്നം ചെയ്തിട്ട് നേടിയെടുത്ത സംഗതിയാണ്. അതുകൊണ്ട് അവർക്ക് ആ ആനന്ദത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷത്തിലായിരിക്കും അവർ. അതേസമയം തന്നെ അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ കാട്ടിക്കൂട്ടലുകളോ ഒന്നും അവിടെ ഇല്ല. വളരെ വളരെ സംതൃപ്തമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ മുഖത്ത് നിന്നാണ് ഇത് തുടങ്ങിയതെങ്കിലും അവസാനം പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ സംതൃപ്തിയും സ്വർഗവും എല്ലാ സംഗതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സംതൃപ്തമായ അവസ്ഥയിലാണ് നമ്മൾ എത്തേണ്ടത്. അവിടെ എത്തിയിട്ട് ആ പുഞ്ചിരിക്കുന്ന മുഖങ്ങളോട് കൂടിയിട്ട് അവിടെ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയിക്കേണ്ട കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹർദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.